നമസ്കാരം. എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മഞ്ജു വാര്യരുടെ ആരോ കണ്ടോ? ഇല്ല. അയ്യേ, മഞ്ജുവും ശ്യാം പ്രസാദും അഭിനയിച്ച ആരോ കണ്ടില്ലേ? ഇല്ല. അയ്യയ്യേ, ലേഡി സൂപ്പർ സ്റ്റാർ ചുവന്ന വട്ടപ്പൊട്ടൊക്കെ ഇട്ട് സ്വർണ്ണ വളകൾ കിലുക്കി വന്ന ആരോ കണ്ടില്ലേ? അതും നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്തത്. ഇല്ല. എങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണ്. ടിക്കറ്റൊന്നും വേണ്ട, തിയേറ്ററിലും പോകണ്ട, OTTയും വേണ്ട. ഫോൺ തുറന്ന് ആരോ ഷോർട്ട് ഫിലിം എന്ന് അന്വേഷിച്ചാൽ മതി, കിട്ടും. ഇതുവരെ, അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് 3 ദിവസം കൊണ്ട് മാത്രം 1 മില്യൺ വ്യൂവും കഴിഞ്ഞ് 12 ലക്ഷത്തിലധികം പേർ ആരോ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ സിനിമ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയും സംവിധായകൻ രഞ്ജിത്തും ശരിക്കും നന്ദി പറയേണ്ടത് ആരോ എന്ന ഹ്രസ്വചിത്രത്തിനെതിരെ പരിഹാസവും ട്രോളുകളും നിറഞ്ഞ നെഗറ്റീവ് പ്രതികരണങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നവർക്കായിരിക്കണം. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ നെഗറ്റീവ് പബ്ലിസിറ്റി ആരോയെ നന്നായി തുണച്ചു. ആരോ പടം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവായി എന്ന അവസ്ഥ വരെയായി. തിയേറ്റർ ബുക്കിങ്ങും OTTയും ഒന്നുമില്ലാതെ തികച്ചും സൗജന്യമായി കാണാവുന്ന 20 മിനിറ്റ് സിനിമയായതുകൊണ്ട് കണ്ടു കഴിഞ്ഞവരെല്ലാം വാളെടുത്തവർ വെളിച്ചപ്പാട് എന്ന പോലെ ചലച്ചിത്ര നിരൂപകരും വിമർശകരുമായിട്ട് മാറി. 2 വരി ഈ ഹ്രസ്വ സിനിമയെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയിടാൻ വേണ്ടിയാണെങ്കിലും ആരോ കയറി കാണാൻ തുടങ്ങി പലരും. സൗജന്യമായി കിട്ടിയ സദ്യയാണെങ്കിലും കുറച്ച് കഴിച്ച് കഴിഞ്ഞ് പോകും മുമ്പ് എന്തെങ്കിലും ഒരു കുറ്റം പറയണമെന്നതാണ് അന്ധവിശ്വാസം. ഇവിടെ ആരോ കണ്ടവർ കൂട്ടം കൂട്ടമായി ചേർന്ന് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ഫ്രെയിമിനെയും കുറിച്ച് പരിഹാസവും കുറ്റവുമൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ട് കൂടിയാവാം ആരോ ആണ് താരം എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രവണതാ തരംഗം എന്ന് പറയുന്നത്, അഥവാ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഈ ലഘുചിത്രമായിട്ടുള്ള ആരോ ആണ്. മലയാള സിനിമയിലെ വമ്പന്മാരുടെ അണിനിരക്കലാണ് ഈ ചിത്രത്തിൽ. നിർമ്മാതാവായിട്ട് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി, ലഘുചിത്ര നിർമ്മാണത്തിലേക്ക് മമ്മൂട്ടി കമ്പനിയുടെ പ്രവേശനം, നായിക അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിട്ട് മഞ്ജു വാര്യർ, അതും മഞ്ജു വാര്യരുടെ ആദ്യ ലഘുചിത്രം, നായകൻ അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമായിട്ട് ദേശീയ പുരസ്കാര ജേതാവും സംവിധായകനും നടനുമായിട്ടുള്ള ശ്യാം പ്രസാദ് എന്നിങ്ങനെ. മമ്മൂട്ടി കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ആരോ ചിത്രത്തിൻ്റെ ലിങ്ക് റിലീസ് ചെയ്തത്. തൊട്ടുപിറകെ നെഗറ്റീവ് കമൻറ്റുകളുടെ ഘോഷയാത്ര ആരംഭിക്കാനും തുടങ്ങി. എന്തുകൊണ്ട് ആ ഘോഷയാത്ര? കുറെ കാലമായിട്ട് സിനിമയൊന്നും ചെയ്യാതിരിക്കുകയായിരുന്ന രഞ്ജിത്ത് സ്ത്രീപീഡനമടക്കമുള്ള കേസുകളിൽ പെട്ടതുകൊണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട് അതിനുശേഷമുള്ള ഏകാന്തമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിന് ശേഷം തനിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട കേസ് കോടതി തള്ളിയതിൻ്റെ തുടർച്ച എന്ന നിലയിലും പുതുതായിട്ട് ഫീച്ചർ ഫിലിമുകൾ വീണ്ടും ചെയ്തു തുടങ്ങാനുള്ള ഒരുക്കം എന്ന നിലയിലും ചെയ്ത ഒരു ലഘുചിത്രമാവാം ആരോ. വലിയ ചിത്രങ്ങൾക്ക് മുമ്പുള്ള ഒരു ലഘുചിത്രം. രഞ്ജിത്തിനോട് വിരോധമുള്ള, പ്രത്യേകിച്ചും അദ്ദേഹം പെട്ടുപോയ പീഡന കേസിൻ്റെ പേരിലും 6-ാം തമ്പുരാൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ള സവർണ ഫ്യൂഡൽ പുരുഷാധിപത്യ അഹന്ത നിറഞ്ഞ കഥാപാത്ര നിർമ്മിതികളുടെ പേരിലും ഒക്കെ എതിർപ്പുള്ളവർ അതെല്ലാം വെച്ച് കണ്ണുമടച്ച് ആരോയെ കളിയാക്കുകയും വിമർശിക്കുകയുമാണോ എന്ന് ചിലർക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരു വിഭാഗം നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിലൊന്നുമല്ല. ആരോ നിങ്ങൾ കണ്ടില്ലേ? എത്ര സിനിമകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള, രഞ്ജിത്ത് തന്നെ പല സിനിമകളിലും ചെയ്തു വെച്ചിട്ടുള്ള വലിയ സമ്പന്നൻ്റെ തറവാട്ട് വീടും അവിടുത്തെ ഒറ്റയാനായ പുരുഷനും അയാളുടെ വെള്ളമടിയും പുകവലിയും തന്നെയല്ലേ ഇതിലും എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആരും വരാനില്ലാത്ത വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് സാഹിത്യരചന നടത്തിയും അതിന് കഴിയാത്ത റൈറ്റേഴ്സ് ബ്ലോക്കിൽ പെട്ടും എഴുതിയ കടലാസുകൾ ചുരുട്ടിയെറിഞ്ഞും ദ വീക്ക് പോലെയുള്ള ഇംഗ്ലീഷ് മാസികകൾ തറയിൽ കിടന്ന് വായിച്ചിരുന്നതായി തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളോടുകൂടി നിലത്തെ വിരിയിൽ കിടന്നുറങ്ങുകയും ഉറക്കമുണർന്നാൽ ദാഹം മാറ്റാൻ പല്ല് തേക്കാതെ ബക്കാടി മദ്യം അല്പം വെള്ളം ചേർത്ത് കഴിക്കുകയും തുരുതുരാ പുകവലിക്കുകയും മുണ്ടുമടക്കി കുത്തി അലക്ഷ്യമായിട്ട് ക്ലോസറ്റിലേക്ക് മൂത്രമൊഴിക്കുകയും രാത്രി മുഴുവൻ ഇരമ്പി പെയ്ത മഴയിലേക്ക് വാതിലുകൾ തുറന്നിട്ട് ഗൃഹാതുരതയോടെ നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒറ്റപ്പെട്ട പുരുഷന്റെ അനേകാന്തതകളെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ശ്യാം പ്രസാദ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ശ്യാം പ്രസാദ് നടനായി നന്നായി പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ആരോ എന്ന ചിത്രം കാണുമ്പോൾ ഇതേ ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത ഒരേ കടലിൽ മമ്മൂട്ടി നന്നായി ചെയ്ത എഴുത്തുകാരനും ബുദ്ധിജീവിയുമായ നാഥൻ്റെ വേഷം ഓർമ്മയിലേക്ക് എളുപ്പത്തിൽ വന്നതുകൊണ്ടുകൂടിയാവാം ശ്യാം പ്രസാദിന് ഇതിലെ വേഷം അനായാസമാക്കാൻ കഴിഞ്ഞത്. ഒരർത്ഥത്തിൽ സംവിധായകൻ രഞ്ജിത്തിൻ്റെ തന്നെ മദ്യ ധൂമപാന അരാജക ജീവിതത്തെ തൻ്റേതായ സവിശേഷമായ രീതിയിൽ അനുകരിക്കുക മാത്രമേ ആരോയിൽ ശ്യാം പ്രസാദിന് വേണ്ടി വന്നിട്ടുള്ളൂ എന്നും പറയാം. അങ്ങനെ വരുവാനില്ലാരും ഈ വിജനമാം എൻ വീട്ടിൽ എന്ന് സാധാരണ പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷ സൃഷ്ടിയും ഏകാന്തതയും ഒക്കെ കാണിക്കുകയും പത്മരാജൻ്റെ തൂവാനത്തുമ്പികളിലേതുപോലെ രാത്രി ഉറക്കത്തിൽ പുറത്തിരമ്പുന്ന മഴയുടെ ശബ്ദത്തിലേക്ക് കാതുകളും കണ്ണുകളും ഉണരുകയും ചെയ്യുന്ന അയാൾക്ക് വരുന്ന അജ്ഞാതമായ ഒരു സ്ത്രീയുടെ ഫോൺ മൊഴി. അവൾ നാളെ വരുമെന്ന് മാത്രമുള്ള മൊഴി. തിരിച്ചു വിളിക്കാൻ കഴിയുന്നില്ല, പ്രൈവറ്റ് നമ്പറാണ്. ആ നിമിഷം മുതൽ അയാളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നു.
നേരം വെളുത്ത് ഉണർന്നെഴുന്നേറ്റ അയാൾ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന തോന്നലിൽ ഉന്മേഷവാനാവുന്നു. തറയിലും മേശയിലും ചിതറിക്കിടക്കുന്ന ബക്കാടി മദ്യക്കുപ്പികളും സിഗരറ്റ് കുപ്പികളും മാറ്റി വൃത്തിയാക്കി ഏറെക്കാലമായിട്ട് വെള്ളമൊഴിക്കാത്ത ചെടിക്ക് അല്പം വെള്ളമൊഴിച്ചു, നന്നായിട്ടൊന്ന് കുളിച്ചു, ലിനന്റെ കുർത്തയും മുണ്ടുമൊക്കെ ധരിച്ച് മദ്യത്തിന് പകരം നല്ലൊരു കട്ടൻ ചായ ഊതി കുടിച്ച് ബൊഗൈൻ വില്ലകൾ പൂത്തു നിൽക്കുന്ന വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കണ്ണയച്ച് പടിവാതിലിൽ കാത്തിരിക്കുന്നു അയാൾ. ആ കാത്തിരിപ്പിൻ്റെ ദൃശ്യം ഒരു പക്ഷേ വരുവാനില്ലാരും ഈ വിജനമാം എൻ വഴിക്ക് അറിയാം എങ്കിലും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഹൃദയഹാരിയായിട്ടുള്ള ഗൃഹാതുര പഴയ സിനിമയുടെ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി എന്നും വന്നേക്കാം. എന്തായാലും ഒരു പുരുഷൻ അങ്ങനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് അധികം ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചയല്ല. പലപ്പോഴും അത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ അത്തരം കാത്തിരിപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും വിധേയയായിട്ടുള്ളൊരു സ്ത്രീയുടെ കാത്തിരിപ്പാണ്. ഒരു പുരുഷൻ്റെ വരവിന് വേണ്ടി സർവാഭരണ വിഭൂഷിതനായ എല്ലാ ആണധികാര അഹങ്കാരങ്ങളോടും കൂടിയ ഒരു പുരുഷൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ കാത്തിരിപ്പായിട്ടാണ് പൊതുവെ മലയാള സിനിമയിൽ അത്തരം കാത്തിരിപ്പുകളെ ആവിഷ്കരിച്ചിട്ടുള്ളത്. കാത്തിരിക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടേതാണ് എന്നതും വരിക എന്നുള്ളത് പുരുഷൻ്റേതാണ് എന്നുള്ളതുമാണ് പൊതുവായിട്ടുള്ളൊരു നയമായിട്ടും നിയമമായിട്ടും ഒക്കെ കരുതി വച്ചിട്ടുള്ളത്. ഇവിടെ നേരെ വിപരീതമായിട്ട് ഈ പുരുഷൻ അങ്ങനെ കാത്തിരിക്കുന്നു. രാത്രിയിൽ നാളെ വരും എന്ന് കേട്ട ഇതുവരെ അറിയാത്ത അജ്ഞാതയായ ഒരു സ്ത്രീയുടെ ഫോൺ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് വരെയുള്ള അയാളുടെ ജീവിതം അത്രമേൽ ഏകാന്തമായിരുന്നു. അയാൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അയാളുടെ പൂർവ്വകാല ജീവിതത്തിൽ. എന്താണ് അയാളെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടത് എന്നറിയില്ല. അയാളുടെ ഏകാന്തതയ്ക്ക് കാരണം അയാൾ ചെയ്ത തിന്മകളാണോ എന്നറിയില്ല. അയാളുടെ ഏകാന്തതയ്ക്ക് കാരണം അയാൾക്ക് മറ്റുള്ളവർ ചെയ്ത തിന്മകൾ കൊണ്ടുണ്ടായ ഏകാന്തതയാണോ എന്നറിയില്ല. അങ്ങനെ വിശദീകരിക്കാനാവാത്തൊരു ഏകാന്തതയുടെ പടിവാതിലിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുവളുടെ ശബ്ദത്തിൻ്റെ യഥാർത്ഥ രൂപത്തെ കാത്തുള്ള അയാളുടെ ഇരിപ്പ്, അധികം വൈകാതെ വരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നുള്ള സെറ്റ് സാരിയും വളപ്പൊട്ടും ധരിച്ച സ്വർണ്ണവളകളിട്ട മഞ്ജു വാര്യരുടെ ഇറക്കം, ഏറെ പരിചയമുള്ള വീട്ടിലേക്കുള്ള പോലെയുള്ള അവരുടെ കയറിപ്പോക്ക്, എങ്ങനെ ആരോ ആയി വന്ന് കയറുന്ന മഞ്ജു വാര്യരുടെ വേഷം എന്താണ് എന്നതും ആരോ ശരിക്കും ആരാണ് എന്നതുമൊക്കെ ആരാണ് കണ്ടറിയുക? അത് ആരോ എന്ന ഷോർട്ട് ഫിലിം കണ്ട് തന്നെ അറിയുക. ഇപ്പോൾ രാത്രി മഴയിൽ ഒരു സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഭ്രമാത്മകതയിൽ സ്വർണ്ണവളകൾ കിലുക്കി വന്ന അപരിചിതയായ അവളോട് ആരാ എന്ന് ചോദിക്കാൻ പറ്റാത്തത്രയും ഒറ്റപ്പെടലുണ്ട് അയാളിൽ. പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള VR സുധീഷിൻ്റെ ചെറുകഥയായ വിപര്യം എന്ന കഥയെ ആസ്പദമാക്കിയാണ് രഞ്ജിത്ത് 20 മിനിറ്റുള്ള ആരോ ആവിഷ്കരിച്ചത്. ഇന്ന് എഡിറ്റേഴ്സ് അനാലിസിസിൽ ഈ വിഷയം എടുത്തത് വേറെ ജനകീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തികച്ചും പ്രൊഫഷണലായിട്ട് കലാത്മകമായിട്ട് മലയാളത്തിലെ ഏറ്റവും നല്ല അഭിനേത്രിയെ വെച്ച് ദേശീയ പുരസ്കാര ജേതാവായ ഒരു സംവിധായകൻ ചെയ്ത ഒരു ലഘുചിത്രം സൗജന്യമായിട്ട് യൂട്യൂബ് റിലീസിലൂടെ കണ്ടിട്ട് അപ്പോൾ തന്നെ ചലച്ചിത്ര നിരൂപകരെ പോലെ പ്രതികരിക്കുന്ന പലതരത്തിലുമുള്ളവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വിചാരിക്കാനാണ് ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 20 മിനിറ്റ് മാത്രമുള്ള ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ള ഭൂരിപക്ഷം പേരും, അതായത് 2 തരത്തിൽ നമുക്ക് അവരെ മാറ്റി നിർത്താം. മലയാളികളായിട്ടുള്ള പ്രേക്ഷകരെ നമുക്ക് രണ്ടോ മൂന്നോ രീതിയിൽ മാറ്റി നിർത്താം. ഒന്നാമത്തെ മാറ്റി നിർത്തൽ എന്ന് പറയുന്നത് ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പ്രിയപ്പെടുകയും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കുകയും ഈ സിനിമയിലെ പുരുഷ കഥാപാത്രം അനുഭവിച്ചിട്ടുള്ള ഏകാന്തതയിലൂടെ പല തലങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് ഞാനുമെന്ന് വിചാരപ്പെടുകയും അതിനോട് ഏതൊക്കെയോ തരത്തിൽ അത് ഒരുമിച്ച് പോകുന്നുവെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്ത് ആ സിനിമ പ്രിയപ്പെടുകയും എന്നാൽ ആ പ്രിയപ്പെട്ട സിനിമയെക്കുറിച്ച് എഴുതേണ്ടതില്ല എന്ന് വിചാരിക്കുകയും വീണ്ടും തങ്ങളുടെ ഏകാന്തതയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുണ്ടായിരിക്കാം. മറിച്ച് അതിനേക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഈ സിനിമയെ നഖശികാന്തം പരിഹസിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ വലിയ നിരയാണ് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രാഥമികമായിട്ടും ചിലർ സൂചിപ്പിക്കുന്നത് ഈ 20 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം വലിയ ഒരു ഇഴച്ചിലാണ് എന്നാണ്, ലാഗ് ആണ് എന്നാണ്. അതായത് സാർവദേശീയ പുരസ്കാരങ്ങളൊക്കെ നേടിയ അന്താരാഷ്ട്ര പ്രശസ്തി കേരള സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഒക്കെ നൽകിയ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കെ, അവരുടെ സിനിമകൾ ഒരു ഭാഗത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കെ, ഇനി എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയും കാണാൻ തിരുവനന്തപുരത്തേക്കും ഗോവയിലേക്കും പോകുന്ന വലിയ ചലച്ചിത്ര ബുദ്ധിജീവികളുടെയും ഒക്കെ നാടുകൂടിയായിട്ടുള്ള ഈ കേരളത്തിൽ ഈ 20 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അതൊരു ലാഗാണ് എന്നാണ്. ലാഗില്ലാതെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഏകാന്തമായിട്ടുള്ള ആരോടും സംസാരിക്കാനില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ജീവിതത്തെ ആവിഷ്കരിക്കാൻ കഴിയുക? ലാഗ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നു.
അതായത് സിനിമയിൽ നമ്മൾ കാണുന്നത് രണ്ട് വ്യക്തികൾ ഒരു വീട്ടിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഗം മാത്രം എടുത്തിട്ട് ചേർത്ത് വയ്ക്കുകയും അവർ തമ്മിൽ മിണ്ടാതെ ഇരിക്കുന്ന, അവർ തമ്മിലുള്ള ആത്മഗതങ്ങൾ മനസ്സിലുള്ളതൊന്നും സൂചിപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് കാണിക്കുന്ന ഒന്നായിട്ട് പലപ്പോഴും സിനിമ മാറുന്നുണ്ട്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ അങ്ങനെയല്ല. അതിൽ അവരുടെ ഏകാന്തത, അവരുടെ വിചാരങ്ങൾ എന്നിവ കൂടി ചേർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ ആവിഷ്കാരമായിട്ട് മാറ്റുന്നു. ഞാൻ അതിലേക്ക് താരതമ്യപ്പെട്ടു പോകുന്നതല്ല. അപ്പോൾ ലാഗ് ഒരു തരത്തിലും സഹിക്കാൻ കഴിയാത്ത വിഭാഗമാണ് തങ്ങൾ എന്ന് പറയുകയും അതേ ആളുകൾ തന്നെ ഇത്തരം ലോകപ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ലാഗിൻ്റെ പരമപൂരം എന്ന് പറയപ്പെടുന്ന സിനിമകൾ കണ്ട് കൈയടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലാഗാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ളത്. മറ്റൊരു വിമർശനമായിട്ട് പറയുന്നത് മലയാള സിനിമ മനയാളമല്ല, മനകളുടെ ആളമല്ല എന്ന് നേരത്തെ ആഷിഖ് അബു ഒരു കാലഘട്ടത്തിൽ രഞ്ജിത്ത് അടക്കമുള്ളവർ നിരന്തരമായിട്ട് തറവാട് കേന്ദ്രീകരിച്ചും ആനക്കൊമ്പ് കേന്ദ്രീകരിച്ചും മോഹൻലാലിൻ്റെ മീശ പിരിച്ച കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടുമൊക്കെ തറവാട് കേന്ദ്രീകൃതമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഭാഷ, വള്ളുവനാടൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ടും മലയാള സിനിമയെ ഒരു പ്രത്യേകതരം സവർണാധികാരത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ഈ സിനിമയിലും, ഈ 20 മിനിറ്റ് സിനിമയിലും ഒരു തറവാടിന് തുല്യമായ വലിയ ആഡംബരങ്ങളുള്ള ഒരു വീട്ടിൽ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് കഴിയുന്നു. അയാൾ സവർണനാണ് എന്ന് എവിടെയും സൂചനയില്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അയാൾ പുരുഷാധിപതിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അയാൾ വില കൂടിയ മദ്യം കഴിക്കുന്നതിൽ പ്രേക്ഷകർക്ക് അസ്വസ്ഥത വരുന്നു. എന്തുകൊണ്ട് അയാൾ ചെറിയ ഒരു വീട്ടിൽ, ഒരു കുടുസുമുറിയിൽ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങളോടുകൂടി വില കുറഞ്ഞ മദ്യം കഴിച്ചുകൊണ്ട് കിടന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ അവരവരുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ സംവിധായകനും സിനിമ ചെയ്യണം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതിനെ ചലച്ചിത്ര നിരൂപണമായിട്ട് അവർ ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു പുരുഷനെ ഇങ്ങനെയല്ല ആവിഷ്കരിക്കേണ്ടത്, ഞങ്ങൾ പറയുന്നത് പോലെ ആവിഷ്കരിക്കണമെന്ന് വരുന്നു. മദ്യപിക്കുന്നത് എന്തിനാണ്? ഏകാന്തത കാണിക്കാൻ മദ്യപാനം തന്നെ കാണിക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ സിനിമയിലെ ആ വ്യക്തിക്ക് അത് ഏകാന്തതയിൽ നിന്നുള്ള പരിഹാരം മദ്യം ആണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതല്ലാതെ ആവിഷ്കരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങൾ മറുഭാഗത്ത് വരുന്നു. ഒപ്പം അതിൽ മൂത്രമൊഴിക്കുന്ന പുരുഷൻ്റെ ഒരു ടോയ്ലറ്റിലെ ഒരു ദൃശ്യം, അത് മുണ്ട് മടക്കി കുത്തിയിട്ട് മൂത്രം ഒഴിക്കുന്നത് പിറകിൽ നിന്ന് ക്യാമറ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നതിനെ ഒരു ആണഹന്തയുടെ പ്രകടനമായിട്ട് സൂചിപ്പിക്കുന്നു. നേരത്തെ പ്രമുഖ നിരൂപകയായിട്ടുള്ള എസ് ശാരദക്കുട്ടി റോഡിൽ പുരുഷന്മാർ ഇങ്ങനെ മൂത്രമൊഴിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ഇറങ്ങി അവരുടെ ചെകിട്ട് തടി കൊടുക്കാൻ തോന്നും എന്നുള്ള രീതിയിൽ, ഇതേ വരി തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആണഹന്തയുടെ പ്രകടനമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. ക്ലീഷകളുടെ പൂരമാണ് ഈ സിനിമ എന്നുള്ള രീതിയിലുള്ള വിമർശനം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ നിരന്തരമായി മലയാള സിനിമ കണ്ടു പഴകിയ ക്ലിഷേകളെ ഈ കാലഘട്ടത്തിന് ചേരാത്ത, ഈ കാലഘട്ടത്തിൻ്റെ ന്യൂ ജനറേഷൻ താല്പര്യങ്ങൾക്കും മാറി വന്ന അഭിരുചികൾക്കും ചേരാത്ത രീതിയിൽ ഏതോ ഒരു കാലഘട്ടത്തിൻ്റെ അഭിരുചികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേരായികയോട് ചേർത്ത് നിർത്തുന്ന ഒന്നായിട്ട് ഈ സിനിമ മാറി എന്നുള്ള രീതിയിലുള്ള പരിഹാസങ്ങളുടെ പൂരം ജോയ് മാത്യു അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതെല്ലാം കണ്ട് പക്ഷേ ആളുകൾ എന്നാൽ ഇത് കണ്ടുകളയാമെന്ന് കരുതിക്കൊണ്ട് ആ സിനിമയിലേക്ക് കയറുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചിത്രമായിട്ടുള്ള ഒരു നിരീക്ഷണം വി ഷാജു എന്ന പേരിൽ, യഥാർത്ഥ പേര് വി ഷാജു എന്നാണ്, അനുമതി ധ്വനി എന്ന പേരിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്നൊരു കുറിപ്പുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ ഈ സിനിമയെ യഥാർത്ഥത്തിലുള്ളൊരർത്ഥത്തിൽ കണ്ടു എന്ന് പറയേണ്ടി വരും. എന്താണ് അദ്ദേഹം പറയുന്നത്? ആരോ എന്ന സിനിമയിൽ ഞാൻ ഉണ്ട്, ആരോയിൽ ഞാനോ ഉണ്ട് എന്നാണ്. ആരോ കണ്ടു, ശരിയാണ്, അതൊരു മെയിൽ ഫാൻറ്റസിയാണ്, ക്ലിഷയാണ്. നമ്മൾ ആഘോഷിക്കുന്നതിൽ പക്ഷേ ഭൂരിഭാഗവും ക്ലിഷയല്ലേ? ക്ലീഷ ആയതുകൊണ്ടാണ് മിക്കപ്പോഴും പലതും വാഴ്ത്തപ്പെടുന്നത്. ആരോ തീർച്ചയായിട്ടും ക്ലീഷയാണ് എന്ന് മാത്രമല്ല, എനിക്ക് ആരോവിനോട് പുച്ഛമില്ല, സഹാനുഭൂതിയുണ്ട് താനും. ആ ആരോയിൽ ഞാനുണ്ട്. ഓട്ടോയിൽ കടന്നു വരുന്നതായി നായകൻ സങ്കല്പിക്കുന്ന ആരോയിൽ അല്ല ഞാനുള്ളത്, ആ നായകനിലാണ് ഞാനുള്ളത്. എനിക്കത് പറയാൻ ലജ്ജയൊന്നുമില്ല. ഈ സിനിമ എനിക്ക് ഞാനോ ആണ്. എനിക്ക് അയാളെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അയാളിൽ ഞാനുണ്ട്, എന്നിൽ അയാളുണ്ട്. എനിക്കത്ര പുരോഗമനമേ ഉള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീ കൈമോശം വരുമ്പോൾ ദുർബലരായ പുരുഷന്മാർ തകരും. ശൂന്യത അവരെ മൂടും. ആ ശൂന്യതയെ നേരിടാൻ അവർ പലതും ചെയ്യും. മഹായുദ്ധങ്ങൾ വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലർ പർവ്വതങ്ങളിൽ വലിഞ്ഞു കയറും, ചിലർ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സ്വയം ഹോമിക്കും. കയ്യിൽ പണമുള്ളവർ സിംഗിൾ മാർട്ട് വിസ്കിയോ ബക്കാർഡിയോ കുടിക്കും. ദരിദ്രർ MGM വോഡ്ക കഴിക്കും, അല്ലെങ്കിൽ ജവാൻ. വലിക്കുന്ന സിഗരറ്റിൻ്റെ ബ്രാൻഡിന് വ്യത്യാസമുണ്ടാകും, വീടിൻ്റെ ഗെറ്റപ്പിലും വ്യത്യാസമുണ്ടാകും. ദൃശ്യസൂചനകളനുസരിച്ച് ഈ സിനിമയിലെ നായകൻ അപ്പർ മിഡിൽ ക്ലാസ് സവർണ എഴുത്തുകാരനാണ്.
രഞ്ജിത്ത് എന്ന എഴുത്തുകാരൻ്റെ സങ്കല്പനങ്ങളിൽ അത് വരുന്നത് സ്വാഭാവികവുമാണ്, അതങ്ങനെ വരൂ. ഏകാന്തനായ എഴുത്തുകാരൻ എന്ന സങ്കല്പത്തിനകത്തെ സ്റ്റീരിയോ ടൈപ്പ് ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. ലക്ഷണമൊത്ത സ്റ്റീരിയോ ടൈപ്പിനുള്ള പുരസ്കാരം വേണമെങ്കിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാം. എങ്കിലും കുർത്ത ന്യൂജെന്നാണ്. കുർത്ത സാഹിത്യകാരൻ്റെ ഉടലിൽ നിന്നും ജൻസി ശരീരങ്ങളിലേക്ക് മാർച്ച് ചെയ്തു കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വി ഷാജു അനുമതി ധ്വനി എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഈ സിനിമയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഭാര്യയും കുഞ്ഞും അയാളെ വിട്ടുപോയതാവണം, മരിച്ചതുമാവാം. ചുവരിൽ ആ ഫോട്ടോയുടെ ശൂന്യ സ്ഥലമുണ്ട്. നിഷ്ഠൂരമായി ഉപേക്ഷിച്ചു പോയതാവാൻ വഴിയില്ല. അയാളിലെ ആണഹന്തകൾ നിരന്തരം പ്രവർത്തിച്ചു കാണണം. മറ്റൊരു വഴിയുമില്ലാതെ ഉപേക്ഷിച്ചതാവാം, ഉറപ്പില്ല, ഊഹിക്കുന്നതാണ്. അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ. അയാൾ ഒരു ഫെമിനിസ്റ്റ് ഭർത്താവായി കൂടൊന്നുമില്ല. ഫെമിനിസ്റ്റ് ദമ്പതികളിലും പിരിയാറുണ്ട്. മനുഷ്യർ പിരിയാനല്ല, പിരിയാതിരിക്കാനാണ് കാരണം വേണ്ടത്. പിരിയാനുള്ള കാരണം പലപ്പോഴും ജ്ഞാതമാണ്, അറിയാവുന്നതാണ്. പിരിയാതിരിക്കാനുള്ള കാരണം പലപ്പോഴും സമസ്യയാണ്, തിരിച്ചുമാവാം. അയാൾ ഒരു പക്ഷേ മുമ്പേ ആൽക്കഹോളിക്കാവാം. അയാൾ ഉപേക്ഷിക്കപ്പെടാൻ ഒരു കാരണം അതാവാം. ആൽക്കഹോളിക്കുകളെ സഹിക്കുക എളുപ്പമല്ല. അവർ മറ്റെല്ലാവരുടെയും സ്പേസുകൾ കവർന്നെടുക്കും. സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും കവർച്ചക്കാരനാണ് ആൽക്കഹോളിക് മനുഷ്യൻ. അത് വയലൻസാണ്. അക്ഷരാർത്ഥത്തിലുള്ള വയലൻസും ഉണ്ടാകും. കുഞ്ഞും അമ്മയും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നന്നായെന്നേ പറയാനാകൂ. ഒരു പക്ഷേ അയാൾ ആൽക്കഹോളിക്കായത് അവർ വിട്ടുപോയതിന് ശേഷവുമാകാം. അങ്ങനെയെങ്കിൽ പിരിയാൻ മറ്റെന്തോ കാരണമുണ്ടാവാം. ഒന്നിൽ കൂടുതൽ കാരണമുണ്ടാവാം. കൂർക്കംവലി പോലത്തെ ഭൂരിപക്ഷം അംഗീകരിക്കാത്ത കാരണമാകാം. കാരണമില്ല എന്നും വരാം. പ്രപഞ്ചോൽപത്തിക്കും പിരിയാനും കാരണങ്ങൾ വേണമെന്നില്ല. ഈ സിനിമയെക്കുറിച്ച് എഴുതപ്പെട്ട നെഗറ്റീവ് റിവ്യൂകളിലെ കഠിനമായിട്ടുള്ള പുച്ഛം തന്നെ അത്ഭുതപ്പെടുത്തിയില്ല എന്നും വി ഷാജു എഴുതുന്നു. നോർമൽ ആയതിൻ്റെ യുക്തിയാണ് നമ്മെ ഭരിക്കുന്നത്. അടിഞ്ഞു പോകുന്ന മനുഷ്യരെ, ആൽക്കഹോളിക്കുകളെ നിരന്തരം ഓർമ്മകളുടെയും കുറ്റബോധത്തിൻ്റെയും ഭാരത്തിൽ നെടുവീർപ്പിടുന്ന ദുർബലരായ ഊച്ചാളികളെ രാഷ്ട്രീയ മലയാളിക്ക് പുച്ഛമാണ്. ഇയാൾക്ക് നേരെ ചൊവ്വേ ജീവിച്ചുകൂടെ? വീട് വൃത്തിയാക്കിയിട്ടുകൂടെ? മദ്യപാനം നിർത്തിക്കൂടെ? നിരന്തരം ഇങ്ങനെ പുകവിടാൻ ഇയാളെന്താ കൽക്കരി എഞ്ചിൻ വണ്ടിയാണോ? ആൽക്കഹോളിസം ഒരു രോഗമാണ്, ക്യാൻസറിനേക്കാളും മാരകം. ചികിത്സിച്ചാലും വിജയസാധ്യത ക്യാൻസറിനേക്കാൾ കുറവുള്ള രോഗം. കള്ളു കുടിച്ച് പ്രാന്തായി ഡിപ്രഷൻ കയറി നിൽക്കുന്ന ഒരു മനുഷ്യൻ സിഗരറ്റ് കുറ്റി ആഷ്ട്രയിൽ ഇട്ടില്ല എന്ന് പറഞ്ഞ് സ്കൂൾ ടീച്ചർമാരെ പോലെ ചൂരൽ എടുക്കുന്ന പുരോഗമനവാദികളെക്കുറിച്ച് എന്ത് പറയാനാണ്? സംഗതി ശരിയാണ്. എഴുത്തുകാരും ചിത്രകാരന്മാരും ബുദ്ധിജീവികളുമായ മലയാളി പുരുഷന്മാർ പെരുമാറുന്ന ഇടങ്ങൾ വൃത്തിയാക്കുന്നതിൽ മഹാബോറാണ്. അതിൽ പാട്രിയാർക്കിയുണ്ട്, ആൺ പ്രിവിലേജുകളുണ്ട്. പക്ഷേ ഇവിടെ നായകൻ സ്വന്തം വീടാണ് അലമ്പായി കൊണ്ട് നടക്കുന്നത്. പ്രേക്ഷകൻ്റേതല്ല നിങ്ങളുടെ ഒരു വൃത്തി. വലിയ മാന്യന്മാർ. അതിൻ്റെ പേരിൽ സംവിധായകൻ്റെ തലയിൽ മുള്ളരുത്, അത് ന്യായമല്ല എന്ന് വി ഷാജു എഴുതുന്നു. അയാളുടെ ഫാൻറ്റസിയിലെ സ്ത്രീ സാരി ഉടുക്കുന്നവളും വലിയ ചുവന്ന പൊട്ട് ധരിക്കുന്നവളുമായ കുലസ്ത്രീയാണ് എന്നതാണ് മറ്റൊരു മഹാ അപരാധം. ഇതിൽ നിന്നും വ്യത്യസ്തയായ സ്ത്രീയാണെങ്കിൽ പറയും വൈൽഡ് പോർണോ അധീശ ഫാൻറ്റസി എന്ന്. സാരി ഉടുക്കുന്നവരും പൊട്ടിടുന്നവരുമായ എത്രയോ ഫെമിനിസ്റ്റുകൾ കേരളത്തിലുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഒറ്റ ബുദ്ധി രാഷ്ട്രീയക്കാരെ കൊണ്ട് തോറ്റു. പ്രേമം തകരുമ്പോൾ മോങ്ങുകയും അടിച്ച് പിമ്പിരിയായി വാളുവെക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? തകർന്ന് തരിപ്പണമാകുന്നവരെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാറ്റേണിൽ നിന്ന് അവർ അധികം വൈകാതെ കരകയറും. നല്ലത്. ഭൂരിപക്ഷം ആണുങ്ങളും 4 ദിവസം കള്ളു കുടിച്ച് മോങ്ങി 5-ാം ദിവസം സെറ്റാവും. ചിലർ വീണടിഞ്ഞു പോവും. ഇവിടെ പാവം നമ്മുടെ നായകൻ ആൽക്കഹോളിക്കായി ഡിപ്രഷനിലേക്ക് വീണു. അയാളുടെ ക്രിയേറ്റിവിറ്റി നഷ്ടമായി. പോഷകാഹാരമല്ല, വെറും കാർബോ ആണ് കഴിക്കുന്നത്. അയാൾ റൊട്ടി തിന്നുന്നത് കണ്ടപ്പോൾ അല്പം ചിക്കൻ സ്റ്റൂവുമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് പ്രേരണയുണ്ടായി. അയാളെ ഒരു ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്, സ്റ്റോൺ എറിയുകയല്ല. സോഷ്യൽ മീഡിയ സ്റ്റോൺ ഏജ് എന്നാണ് ഈ കാലത്തെ വിളിക്കേണ്ടത് എന്ന് വി ഷാജു കൂട്ടിച്ചേർക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ ശിലായുഗം ആണ് ഇക്കാലത്തേത് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ കല്ലുകൾ വലിച്ചെറിയുന്നതിൻ്റെ ഒരു പ്രതികരണ പ്രവർത്തനത്തെക്കുറിച്ചാണ് വി ഷാജു എഴുതുന്നത്. നായിക വീട്ടിലേക്ക് വന്ന് കയറിയ ഉടൻ അടുക്കളയിലേക്ക് കയറി എന്നതാണ് മറ്റൊരു ആരോപണം. എടാ ഉവ്വേ, അവൾ തണുത്ത ശുദ്ധജലം കുടിക്കാൻ പോയതാണ്. മുടുമുട ആർത്തിയോടെ അവൾ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലെന്നാണോ? പാമുക്കിൻ്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന നോവലിലെ കെമാലിൻ്റെ പ്രണയം എങ്ങനെയായിരുന്നു? മാൻഹോളിൽ കുടുങ്ങുന്നത് പോലെയാണ് ചിലർ മറ്റ് മനുഷ്യരിൽ കുടുങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സ്പീഷീസിനോട്, അതായത് പുരുഷന്മാരോട് പറയാനുള്ളത് ഇതാണ്: കാലാകാലങ്ങളായി നടത്തുന്ന പെർഫോമൻസ് ഇനി നടക്കില്ല. പോടാ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ ഇട്ടിട്ട് പോകും. കുക്കറിൻ്റെ മൂടി എങ്ങനെ ഇടണമെന്നറിയാത്ത, ഗ്യാസ് സ്റ്റവ് ഓണാക്കാൻ അറിയാത്ത ബുദ്ധിജീവികൾ ഫൂക്കോ എക്സ്പെർട്ടായാലും പെടും. മോങ്ങിയാൽ പോയവർ തിരിഞ്ഞു നോക്കില്ല. ടോക്സിക് എന്ന് വിളിച്ച് അവിടെ കിടന്ന് മോങ്ങ് എന്ന് പറയുകയേ ഉള്ളൂ. നമ്മുടെ സുവർണകാലം അവസാനിച്ചു. സ്ത്രീകൾ പൂർവ്വകാലാടിസ്ഥാനത്തിൽ പകരം വീട്ടി തുടങ്ങി.
ചരിത്രപരമായി അവർ പകരം വീട്ടി തുടങ്ങി. 6 മാസം കൂടുമ്പോൾ ശാരീരിക സ്ഥിതി ടെസ്റ്റ് ചെയ്യുക പുരുഷന്മാരെ, 3 പെഗ്ഗിൽ മദ്യം നിർത്തുക, ആൽക്കഹോളിക് ആണെങ്കിൽ നിർബന്ധമായും സൈക്യാട്രിസ്റ്റിനെ കാണുക, ഓട്ടോ കയറി ആരും വരാനില്ല, നമ്മൾക്ക് നമ്മളെയുള്ളൂ, രാവിലെ 8 കിലോമീറ്റർ നടക്കുക, നല്ല സംഗീതം കേൾക്കുക, കാർബോ കുറച്ച് മതി, പച്ചക്കറികളും സാലഡുകളും പ്രോട്ടീനും ധാരാളം കഴിക്കുക. സിനിമയിലെ നായകന്മാരുടെ സ്ഥിതി ഇതാണ്. യഥാർത്ഥ ജീവിതത്തിൽ പറയാനുമില്ല. നമ്മുടെ കയ്യിരിപ്പ് തന്നെ കാരണം. വക്രധിഷണയിൽ സ്ത്രീകളോട് മത്സരിക്കാൻ കഴിയില്ല, ധിഷണയിലും കഴിയില്ല, ഒരു കാര്യത്തിലും കഴിയില്ല. നമ്മൾ അവരെ അപേക്ഷിച്ച് ഇൻഫീരിയറാണ്. ആണുങ്ങൾ 5 മിനിറ്റ് കൂടുന്തോറും കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഹൃദയമില്ലാത്തത് കൊണ്ടാണോ? അവർ കോവിഷീൽഡ് കുത്തിവെക്കാത്തത് കൊണ്ടാണോ? അല്ല, അവർ ശക്തിശാലികളാണ്. ഏകാന്തനും ദുർബലനും ദുഃഖിതനുമായ ആൽക്കഹോളിക്കിനെ നവരാഷ്ട്രീയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അപഹസിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന കേരളത്തിലെ ബുദ്ധിജീവികളിൽ എനിക്ക് വിശ്വാസമില്ല. അയാൾ പാടാറുള്ള ആ പാട്ട് പാടാൻ ആ സ്ത്രീ പറയുമ്പോൾ ആ വ്രണിത മനുഷ്യൻ്റെ കവിളിൽ മിന്നിമറയുന്ന ഓർമ്മകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊരു കാമുകനാണ് അയാൾ! എനിക്ക് കരച്ചിൽ വന്നു. ക്ലിഷേകളും കരയിക്കും. പ്രിയ രഞ്ജിത്ത്, താങ്കൾക്ക് നല്ല ക്രാഫ്റ്റുണ്ട്, പ്രതിഭാശാലിയാണ്. ഭാവുകത്വം പക്ഷേ പഴകിപ്പോയി, വളരെ പാഴായിപ്പോയി. സത്യം അംഗീകരിക്കുക. സ്ക്രിപ്റ്റ് ഞാൻ തരാം. ജനാധിപത്യപരമായിട്ട് പെരുമാറണം. നിങ്ങളിരിക്കുന്ന അതേ കസേര എനിക്കും. നമുക്ക് ഗംഭീര സിനിമ ചെയ്യാം. താങ്കളുടെ ക്ലാസിക് സിനിമ ആയിരിക്കും അത്. സമ്മതമാണെങ്കിൽ ബന്ധപ്പെടുക എന്നാണ് വി ഷാജു ആരോ എന്ന സിനിമയ്ക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന കുറിപ്പിൻ്റെ ഒരു പൊതുരൂപം എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രതികരണത്തിന് മുൻപും പിൻപുമുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ഈ സിനിമയെ ഏകപക്ഷീയമായിട്ട് അപകീർത്തിപ്പെടുത്തുകയും ഏറ്റവും മോശം സിനിമ എന്നുള്ള നിലയ്ക്ക്, കാലഘട്ടത്തിന് ചേരാത്ത രീതിയിലുള്ള സിനിമ എന്നുള്ള നിലയ്ക്ക്, ഇഴച്ചിലിൻ്റെ സിനിമ എന്നുള്ള നിലയ്ക്കൊക്കെ അതിനെ വിശദീകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അന്താരാഷ്ട്ര സിനിമകളിൽ, ലോക സിനിമകളൊക്കെ കണ്ടിട്ടും ആ സിനിമകളിൽ ഈ ലാഗ് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, ജീവിതാനുഭവമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഈ സിനിമയെ അങ്ങനെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നു. എന്തായാലും VR സുധീഷിൻ്റെ വിപര്യം എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കിയിട്ട് രഞ്ജിത്ത് ചെയ്ത ഈ സിനിമയ്ക്ക് ഇഷ്ടംപോലെ പൂർവ്വ മാതൃകകളുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാർഗവി നിലയം, ഇപ്പോൾ നീലവെളിച്ചം എന്നുള്ള പേരിൽ അത് ഇപ്പോൾ ബഷീറിൻ്റെ തന്നെ മതിലുകൾ എന്ന് പറയുന്നതും ഈ ഒരു സാങ്കല്പികതയിൽ നിന്ന്, ഏകാന്തതയിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന് ഒരു ശബ്ദത്തിലൂടെ ഈ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നതാണ്. ആർക്ക് വേണം സ്വാതന്ത്ര്യമെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം ജയിലിൽ നിന്ന് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആൻറ്റൺ ചെക്കോവിൻ്റെ കിസ് എന്ന് പറയുന്ന കഥ, അതേപോലെ ആൻ ഒക്കുറൻസ് അറ്റ് ഔട്ട്ക്രിക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്ന കഥ, ഇതെല്ലാം ലോക സാഹിത്യത്തിലുടനീളം ഇത്തരത്തിൽ ഏകാന്തതയിൽ പെട്ടുപോയവരെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ചില സാധ്യതകൾ അവർക്ക് വലിയ സൗഹൃദവും അടുപ്പവും നൽകി ജീവിതത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതായി കാണിക്കുന്നു. എന്തായാലും നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറ്റുകളും എല്ലാം നിരന്തരം ഒരു ശിലായുഗത്തിൽ എന്ന പോലെ ആടിത്തിമർക്കുന്നു നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സിനിമ അതിനിടയിലും കലയുടേതായ അതിൻ്റെ തലയുയർത്തിപ്പിടിക്കൽ തുടരുന്നു. നന്ദി.